ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. രാഹുൽ ഈശ്വറിനെ കളിയാക്കുന്ന വിധത്തിലായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ഒക്കെ ചോദ്യം. പക്ഷെ എന്നാലും രാഹുൽ മാങ്കൂട്ടത്തിനെ കുറിച്ച് കൃത്യമായിട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു. ഞാനും രാഹുലും തമ്മിൽ യാതൊരുവിധ സുഹൃത്തോ അല്ലെങ്കിൽ സൗഹൃദമോ ഇല്ലാത്ത രണ്ടുപേരാണ്. ഞാൻ സ്ലോ പോയിസൺ ആണ് അടക്കം പറഞ്ഞ ഒരു വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടം. അത് മാത്രമല്ല, ഞാൻ കൊണ്ടുവന്ന പുരുഷ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള നീക്കങ്ങൾ ആദ്യമായി തടഞ്ഞതും രാഹുൽ മാങ്കൂട്ടമാണ്. 6 മാസം മുൻപ് ഒരു ചർച്ചയിൽ ഞാനും രാഹുൽ മാങ്കൂട്ടം തമ്മിൽ വലിയ രീതിയിലുള്ള ഒരു എതിർപ്പും അടിയും ഒക്കെ ഉണ്ടായി. അദ്ദേഹം എന്നെ സ്ലോ പോയിസൺ എന്നാണ് വിളിച്ചത്. അത് മാത്രമല്ല, ഫാസിസത്തിന്റെ മുഖമാണ് എനിക്കുള്ളതെന്ന് വിളിച്ചു. അർണബ് ഗോസ്വാമിയാണ് നോർത്തിലെങ്കിൽ ഇവിടെ അത് രാഹുൽ ഈശ്വറാണ് എന്നാണ് പറയുന്നത്. അങ്ങനെ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം നടത്തുകയും പൊരിഞ്ഞ അടി നടന്നിട്ടുള്ള രണ്ട് വ്യക്തികളാണ്. നമ്മൾ ഇപ്പോഴും അതിനെക്കുറിച്ച് സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സൗഹൃദം മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിയല്ല. പക്ഷെ ഇത് രാഹുൽ മാങ്കൂട്ടം എന്നോ അല്ലെങ്കിൽ ദിലീപ് എന്നോ സിദ്ദിഖെന്നോ വ്യത്യാസമില്ലാതെ ആരാണോ ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾക്ക് വിധേയമാകുന്നത്, ഞാൻ അവർക്ക് വേണ്ടി നിലകൊള്ളുമെന്നാണ് മനസ്സിലാകുന്നതാണ് രാഹുൽ ഈശ്വർ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യം ഇതായിരുന്നു, നിങ്ങൾ ഇത്രയും വലിയ സുഹൃത്തുക്കളാണോ, അതുകൊണ്ടാണോ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി നിന്നത് എന്നാണ്. ഞങ്ങൾ ഒരിക്കലും നല്ലൊരു സുഹൃത്തുക്കളായിരുന്നില്ല. ഐഡിയോളജി ആയിട്ട് ഞങ്ങൾ രാഷ്ട്രീയപരമായ ഐഡിയോളജികളിൽ വിരുദ്ധം നിൽക്കുന്ന രണ്ടാൾക്കാരാണ്, വിരോധമുള്ള രണ്ടാൾക്കാരാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും 16 ദിവസം ജയിൽവാസത്തിന് ശേഷമാണ് രാഹുൽ ഈശ്വർ പുറത്തിറങ്ങിയത്. സൈബർ പരിഹാസങ്ങൾക്ക് മറുപടിയുമായാണ് രാഹുൽ രംഗത്തെത്തിയത്. താൻ ജയിലിൽ കീഴടങ്ങുകയോ മാപ്പ് പറയുകയോ ചെയ്തിട്ടില്ലെന്നും ആരോഗ്യപരമായ കാരണങ്ങളായാണ് നിരാഹാരം അവസാനിപ്പിച്ചത് എന്നുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. റിപ്പോർട്ടർ ചാനൽ നൽകിയ പ്രത്യേക അഭിമുഖത്തിലാണ് രാഹുൽ ഈശ്വർ തന്റെ നിലപാട് വീണ്ടും വ്യക്തമാക്കിയത്. അദ്ദേഹത്തിന് റിപ്പോർട്ടറിനെ അറിയാം. റിപ്പോർട്ടർ അദ്ദേഹത്തെ പറഞ്ഞ് മുഴുപ്പിക്കാൻ സമ്മതിക്കുന്നത്. അദ്ദേഹം ആധികാരികമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും റിപ്പോർട്ടർ ചോദിക്കുന്നത്, ആളുകളൊക്കെ പറയുന്നത് നിങ്ങൾ ഈ ജയിലിനകത്ത് ലേലുവല്ലു എന്ന് പറഞ്ഞു എന്നൊക്കെയാണല്ലോ ആളുകളൊക്കെ പറഞ്ഞത്. അങ്ങനെ അത്തരത്തിലുള്ള നിലവാരം കുറഞ്ഞ കുത്തിച്ചോദ്യങ്ങളൊക്കെയാണ് ഇവർ ചോദിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം. പക്ഷെ അദ്ദേഹത്തിന് കൃത്യമായ മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്തായാലും 5 ദിവസം ഭക്ഷണവും 4 ദിവസം വെള്ളവും ഉപേക്ഷിച്ച് താൻ ഗാന്ധിയൻ രീതിയിലാണ് പ്രതിഷേധിച്ചത്. എന്നാൽ ജലപാനം നടത്താതിരിക്കുന്നത് വൃക്കകളെ ബാധിക്കുമെന്ന ഡോക്ടർമാരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് നിരാഹാരം നിർത്തിയത്. മകൻ യാഗിനെ കുറിച്ചുള്ള ഒരു ദുസ്വപ്നവും തന്നെ ഈ തീരുമാനത്തിന് പ്രേരിപ്പിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. വ്യാജ പരാതികൾ കൊടുക്കുന്ന പുരുഷന്മാരെ സംരക്ഷിക്കാൻ ഒരു മെൻസ് കമ്മീഷൻ അനിവാര്യമാണെന്നും രാഹുൽ വാദിച്ചു. നമ്മുടെ മക്കളും സഹോദരിമാരും വ്യാജ പരാതിയുടെ അകലത്തിൽ മാത്രമാണ് ജയിലിലേക്ക് പോകുന്നത്. ഇതിന് ഒരു നിയമപരമായ ചെക്ക് ആൻഡ് ബാലൻസ് വേണം, അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പല പ്രമുഖരും വ്യാജ പരാതികൾക്ക് ഇരയാവുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. MLA-മാരായ മുകേഷ്, എൽദോസ് കുന്നപ്പള്ളി, സുരേഷ് ഗോപി എന്നിവർക്കെതിരെയുള്ള ആരോപണങ്ങൾ ഉദാഹരണമായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദിലീപിന്റെ കാര്യത്തിൽ മലയാളി സമൂഹം നീതിയാണ് അദ്ദേഹത്തിനോട് കാണിച്ചത്, അനീതി തന്നെയാണ് കാണിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞെങ്കിലും റിപ്പോർട്ട് ഇടയ്ക്ക് കയറി ചോദിച്ചുകൊണ്ട് മറ്റു ചില ഈ ബാലിഷ്യമായ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരുന്നു. ജയിൽ വെച്ച് താൻ പരിചയപ്പെട്ട 4 യുവാക്കൾ നിരപരാധികളാണ് എന്നും തനിക്ക് ബോധ്യപ്പെട്ടുവെന്നും അവർക്ക് വേണ്ടിയുള്ള നിയമ പോരാട്ടം താൻ ഏറ്റെടുക്കുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചു. പോക്സോ കേസുകളിൽ കുടുങ്ങിയ ഇവർക്ക് വേണ്ടി അഭിഭാഷകരെ ഏർപ്പാടാക്കി കഴിഞ്ഞതായും അദ്ദേഹം അറിയിച്ചു. താൻ പറയുന്നത് സത്യമായതുകൊണ്ടാണ് ശബരിമല കേസിൽ സുപ്രീം കോടതി വിധി മാറിയതെന്നും ഇതും സത്യം ജയിക്കും, സത്യം വരും, തലമുറയിലെ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളതാണ് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുന്നു. അദ്ദേഹം പറഞ്ഞ പ്രധാന വാക്കുകൾ നമുക്ക് കേൾക്കാം. ശ്രീ ദിലീപിന് വേണ്ടി, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി, ശ്രീ സിദ്ദിഖിന് വേണ്ടി, ശ്രീ വിജയബാബുവിന് വേണ്ടി, അങ്ങനെ വ്യാജ പരാതികൾ നേരിടുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ സംസാരിക്കുന്നത് എന്റെ വീട്ടിൽ 2 ആൺകുട്ടികൾ വളർന്നു വരുന്നുകൊണ്ടാണ്. നാളെ അവർക്കെതിരെ വ്യാജ പരാതി വന്നാൽ വേറെ ആരും കാണില്ല. നമ്മുടെ മാധ്യമരംഗത്ത് നിൽക്കുന്ന ഒരു പ്രമുഖ പത്രത്തിന്റെ പേര് പറയുന്നില്ല, പ്രമുഖ പത്രത്തിന്റെ അടക്കമുള്ള ആൾക്കാരുടെ ജീവിതവും കരിയറും വ്യാജ പരാതികളിൽ തകർന്നതാണ്. എന്റെ ഒരു സ്വപ്നമുണ്ട്, ആ സ്വപ്നം കൂടി ഞാൻ പെട്ടെന്ന് പറയാം. നാളെ കമ്മ്യൂണിസ്റ്റ് MLA ആയ ശ്രീ മുകേഷിനെതിരെ വ്യാജ പരാതിയാണെന്ന് വന്നത് നിന്നാർക്കും തർക്കമില്ലല്ലോ. കാര്യം ആ സ്ത്രീ 11 പേർക്കെതിരെ പരാതി കൊടുത്തു. കോടതി പരാമർശങ്ങൾ ശ്രീ മുകേഷിന് അനുകൂലമാണ്. ശ്രീ മുകേഷിനെതിരെ പരാതി വരുമ്പോൾ കോൺഗ്രസും BJPയും എണീസ് എന്ന് പറയണം, നമ്മുടെ മുകേഷല്ലേ, അയാളോട് അഭിപ്രായ വ്യത്യാസമുണ്ട്, പക്ഷേ വേട്ടയാടരുത്. നാളെ ശ്രീ എൽദോസ് കുന്നപ്പള്ളിയെക്കുറിച്ച് വ്യാജ പരാതി, അതും അനുകൂലമായ കോടതി പരാമർശങ്ങൾ വെച്ചാൽ, ഹൈക്കോടതി പരാമർശങ്ങൾ വെച്ചാൽ പറയണേ, ശ്രീ എൽദോസിനെതിരെ വ്യാജ പരാതിയാണ്. സുരേഷ് ഗോപി പബ്ലിക്കലി എല്ലാവരുടെയും ഫ്രണ്ടിൽ വെച്ച് ഒരു പെൺകുട്ടിയോട് സംസാരിച്ച ശരിയോ തെറ്റോ എന്ന് പറയാം, പക്ഷേ അത് ഔട്ട്റേജിംഗ് ദ മോഡസ്റ്റി ഓഫ് ദി വുമൺ ആണ് എന്ന വ്യാജ പരാതി വരുമ്പോൾ, അയ്യോ സുരേഷ് ഗോപിയോട് അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷേ കള്ളപ്പരാതി കൊടുക്കരുത് എന്ന് പറയാൻ നമ്മളെന്ന സമൂഹം ശ്രീ ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ വിട്ടുകൊടുത്തു.
ആ തെറ്റ് നമ്മൾ ഇനിയും ചെയ്യരുത്. റിപ്പോർട്ടർ ആയതുകൊണ്ട് ശ്രീ ദിലീപിനെ കുറിച്ച് ഒരു കാര്യം കൂടി, ഇത് സ്മൃതി മാഡം കാണുകയാണെങ്കിൽ, സ്മൃതിയോട് ബഹുമാനം ഇഷ്ടമാണ് അതുകൊണ്ട് പറയുന്നതാണ്, സ്മൃതി മാഡം കാണുകയാണെങ്കിൽ ഞങ്ങൾ തമ്മിൽ ഒരു ഡിബേറ്റ് പെൻഡിംഗ് ഉണ്ട്. അന്ന് മുതലേ ഞാൻ സൂചിപ്പിച്ച കാര്യം, ഞാൻ ജയിച്ചു എന്ന് പറയാൻ വേണ്ടിയല്ല, നമ്മൾ മലയാളി സമൂഹം ദിലീപിനോട് അനീതിയാണ് ചെയ്തത്. ശ്രീ ദിലീപ്, അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യ, 2 പെൺമക്കൾ, അവർക്കും ജീവിതമില്ലേ? എനിക്ക് വളരെ സന്തോഷം തോന്നി. കാര്യം അനീതി എവിടെ ഉണ്ടെങ്കിലും അതിനെ നമ്മൾ നീതി കൊണ്ട് എതിർക്കണം. ഒരിക്കലുമില്ല. കാര്യം ഞാനത് എന്റെ മകൻ പറഞ്ഞൊരു സാധനം കൂടെ പറയാം. എന്റെ മകൻ, ഞാൻ എല്ലാ മീഡിയക്കാരുടെ പറഞ്ഞാണ്, മകൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർ, 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ടീച്ചർ ക്ലാസ്സിൽ എത്തിക്സ് ക്ലാസ് എടുക്കുമ്പോൾ ഒന്ന് പറഞ്ഞു, കൂടെയുള്ളവനോട് അനീതി ചെയ്യുമ്പോൾ നിങ്ങളത് ചോദ്യം ചെയ്യണം. യാഗ് എന്നാണ് മോന്റെ പേര്, യാഗിന്റെ അച്ഛനെ പോലെ എനിക്ക് കിട്ടാൻ കഴിയുന്നതിൽ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റാണ്. എനിക്ക് എന്തെങ്കിലും ലാഭമുണ്ടോ? ഇനി താങ്കൾ അറിയാൻ, ഷാഫസി അറിയാൻ വേണ്ടി പറയാ, രാഹുൽ മോങ്കാട്ടുത്തിൽ ഞാനും ഒരു 6 മാസം മുമ്പ് ഭയങ്കര അടിയായി, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി. ഒരു പ്രമുഖ ചാനലിലിരുന്ന് ഇന്ത്യൻ ഫാസിസത്തിന്റെ ചിരിക്കുന്ന മുഖമാണ് രാഹുൽ ഈശ്വർ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയും സ്ലോ പോയിസൺ എന്നെ വിളിക്കുകയും ചെയ്യുന്നത്. അർണബ് ഗോസ്വാമി നോർത്ത് ഇന്ത്യയിൽ പോയിസൺ, രാഹുൽ ഈശ്വർ കേരളത്തിലെ, സൗത്ത് ഇന്ത്യയിലെ സ്ലോ പോയിസൺ. കൂട്ടുകാരിൽ നിന്ന് മാത്രമല്ല, ഇതും കൂടെ നിങ്ങൾ കൊടുക്കണം. നിങ്ങൾക്ക് കൊടുത്ത രാഹുൽ മാങ്കൂട്ടത്തിനോട് ആശയപരമായ വിയോജിപ്പുള്ളതുകൊണ്ട് പുരുഷ കമ്മീഷന്റെ നീക്കം രാഹുൽ മാങ്കൂട്ടത്തിലാണ് എതിർത്തതും, പുരുഷ കമ്മീഷൻ ബില്ല് വരുന്നതിനെ എതിർത്ത ആൾക്കാരുടെ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. ഇതെന്നോട് വേറെ ആരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞതാണ്. അതായത് എന്റെ കയ്യിലുള്ള പുരുഷ കമ്മീഷൻ ബില്ല് ഫെബ്രുവരിയിൽ അനുമതി കിട്ടിയതാണ്. അപ്പോ ആ കാര്യം അവതരിപ്പിക്കാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഞാൻ വളരെ ബഹുമാനത്തോടെ പറയാണ്, ഒരു MLAക്ക് കിട്ടുന്നതിനേക്കാൾ അത്യാവശ്യം നല്ല ജീവിത സാഹചര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നത്, വേറൊന്നും കൊണ്ടല്ല. അത്യാവശ്യം ദൈവം എനിക്ക് പോരാടാനും നല്ല വീട്ടുകാരും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ നിരാഹാരം കിടന്നപ്പോൾ ഒരു മാധ്യമങ്ങളെ സപ്പോർട്ടില്ലായിരുന്നു, ഒരു 4-1 സുപ്രീം കോടതി വിധി മാറിയായിരുന്നു. അത് ഓർത്താൽ മതി. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് പേർ ഒരുമിച്ച് പോരാടിയപ്പോൾ ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ 4-1 എന്ന ശബരിമല സുപ്രീം കോടതി വിധി മാറിയതേ ഞങ്ങൾ പറയുന്ന സത്യമായോണ്ടാണ്. പോലീസുകാർ വിചാരിച്ചില്ല, അത് പോലീസുകാർ കൂടി എന്നാൽ ഇലക്ഷൻ കഴിയുന്നവരെയോ അല്ലെങ്കിൽ 3-4 ദിവസമോ എന്ന് മാത്രമേ വിചാരിച്ചു. അത് നേരത്തെ ഇട്ടത്. അതിന്റെ കാര്യം എന്താണെന്നും കൂടെ പറയാം. ശബരിമല കേസിൽ പോലീസുകാരന്റെ ലാപ്ടോപ്പ് എടുത്തുകൊണ്ട് പോയി. എനിക്ക് തിരിച്ചു കിട്ടിയപ്പോൾ അതിന്റെ സ്ക്രീൻ പൊട്ടിയിട്ടുണ്ടായിരുന്നു. 44,000 രൂപ എന്റെ കയ്യിൽ ചെലവായി. ഇത്രയൊന്നും സീരിയസ് ആവും വിഷയം നമ്മൾ കരുതിയിരുന്നില്ല. പക്ഷേ ദൈവത്തെ ഓർത്ത് ഞാൻ ഒറ്റ കാര്യമേ രാഹുൽ ഈശ്വറിനെ കുറിച്ച് ഉറപ്പായി പറയുന്നുള്ളൂ, ഞാൻ അറിഞ്ഞുകൊണ്ട് കള്ളം പറയില്ല. 100% സത്യം പറയുന്ന ഒരു വ്യക്തിയാണ്. അറിയാതെ ചിലപ്പം പറയുന്നതിൽ തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. 2 റിപ്പോർട്ടറോടക്കം നിങ്ങൾ വിമർശിക്കുന്നോ അതിനെ അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തുകൊണ്ട് പറയുക, എന്റെ വാക്കുകൾക്ക് അമിത മൂർച്ചയോ അല്ലെങ്കിൽ ടോണിന് അഗ്രഷനോ ഉണ്ടെങ്കിൽ ആ വിമർശനം പൂർണ്ണമായി ഉൾക്കൊള്ളുന്നു. മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് കോടതികളിലുള്ള വിമർശനം ഉൾക്കൊള്ളുന്നു. പക്ഷേ ഞാൻ പറയുന്ന പോയിന്റുകളുടെ ജെനുവിനിറ്റി അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പം ഞാൻ അങ്ങനെ വാക്കുകൾക്ക് രൂക്ഷത ഉണ്ടെങ്കിൽ, അഗ്രസീവ് ആണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാൻ തയ്യാറാണ്.